സുപ്രീം കോടതിയിൽ ഇന്ന് ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഒരു ഹർജിക്കാരൻ വന്ന് അയാളുടെ കേസ് ഫയലുകളൊക്കെ സുപ്രീം കോടതിയിൽ വലിച്ചു കീറി എറിഞ്ഞു. ഇത് സിനിമയിലൊക്കെ മാത്രം കാണുന്ന ഒരു രംഗമാണെന്ന് അവിടെ ഉണ്ടായത്. എന്താണ് ഈ ഒരു വിഷയത്തിന് കാരണം? കാരണം അത്രയധികം പ്രകോപിതനാകാൻ അയാൾക്കുള്ള നീതി സുപ്രീം കോടതിയിൽ നിന്ന് കൊടുക്കില്ല, അല്ലെങ്കിൽ കിട്ടില്ല എന്നൊരു സാഹചര്യം കൊണ്ടാണോ? അല്ല, അങ്ങനെയല്ല. ഇതിനകത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുപ്രീം കോടതിക്കായാലും ഏത് കോടതിക്കായാലും ശരി തന്നെ ഓരോ കാര്യങ്ങളിലും ഇടപെടാൻ ചില പരിമിതികളുണ്ട്. ഇവിടെ നടന്നത് വളരെ നാടകീയമായിട്ടുള്ളൊരു സംഭവമാണ്. അത് ശരിയാണ്. ആതിര പറഞ്ഞത് കറക്റ്റാ. സിനിമയിലൊക്കെ നടക്കുന്ന പോലെയാണ്. കോടതിയിൽ വന്ന് ഷൗട്ട് ചെയ്യുന്നു, കോടതി ജഡ്ജിയോട് ആജ്ഞാപിക്കുന്നു. അതൊക്കെ സാധാരണ നായകനൊക്കെ പറ്റുള്ളൂ. വിജയ്ക്ക്, രജനീകാന്തിനൊക്കെ സാധാരണഗതിയിൽ പറ്റുള്ളൂ. ഇവിടെ ഒരു മനുഷ്യൻ ചെയ്ത കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് പ്രബൽ പ്രതാപ് എന്നാണ്. അപ്പോൾ പ്രബൽ പ്രതാപ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു കേസിൻ്റെ തുടർ ഹർജി, അതായത് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. അവിടെ നിന്ന് നേരെ സുപ്രീം കോടതിയിലേക്ക് വന്നു. അവിടെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. സുപ്രീം കോടതിയിൽ വരുമ്പോഴത്തേക്കും സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് ഇയാളുടെ കേസ് പരിഗണിച്ചപ്പോൾ പറഞ്ഞു, ഈ ലക്നൗ ഹൈക്കോടതിയാണല്ലോ ഇത് പരിഗണിച്ചത്, അതിന് അപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഇതിൽ എന്ന് പറഞ്ഞ് ഇയാളുടെ ഹർജി തള്ളി. ഇയാളുടെ ഹർജി തള്ളിയതോടുകൂടിയാണ് ഇയാൾ പ്രകോപിതനായത്. ഇയാൾ എന്താണ് പറഞ്ഞതെന്നറിയാമോ? മിസ്റ്റർ ജുഡീഷ്യൽ സെർവൻറ്റ്, ലക്നൗ അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ഞാൻ നിങ്ങളോട് ഉത്തരവിടുന്നു എന്നാണ് ഹർജിക്കാരൻ കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ കോടതി അമ്പരന്ന് പോയി. എന്നിട്ട് തിരിച്ചു വെച്ച്, നിങ്ങൾ ഞങ്ങളോട് ഉത്തരവിടുകയാണോ ഇത് ചെയ്യണമെന്ന്? അപ്പോൾ അയാൾ ഉപയോഗിച്ച വാക്കും രസകരമാണ്. ജുഡീഷ്യൽ സെർവൻറ്റ് എന്നാണ് വിളിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ ജഡ്ജിനെ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് എന്നാണ് വിളിക്കുന്നത് അല്ലേ? ജസ്റ്റിസ്, സുപ്രീം കോടതി ജസ്റ്റിസുമാരാണ് ജഡ്ജി എന്ന് സാധാരണഗതിയിൽ താഴോട്ടുള്ള കോടതികളാണ്. മുകളിലോട്ട് വിളിക്കുമ്പോഴത്തേക്കും ജസ്റ്റിസ് എന്നാണ്. ഹൈക്കോടതി ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. അത് ഒരു വലിയ പദവിയാണ്, നിസ്സാരമായിട്ടുള്ള പദവിയല്ല. സാധാരണഗതിയിൽ പബ്ലിക് സർവൻറ്റ് എന്നൊക്കെ വിളിക്കാമെങ്കിലും ജുഡീഷ്യൽ സർവൻറ്റ് എന്നങ്ങനെ വിളിക്കാമോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് കേട്ടോ. കാരണം ജുഡീഷ്യറി കുറച്ചുകൂടി എലീറ്റായിട്ടുള്ള, അത് കുറേ അധികം ഉത്തരവാദിത്തങ്ങളുള്ള, അതിബൃഹത്തായ പവറുള്ള, അധികാരമുള്ള, അതിനോളം തന്നെ വലിയ ഉത്തരവാദിത്വവും സൂക്ഷ്മതയൊക്കെ വേണ്ട ഒരു ജോലിയാണല്ലോ. അവിടെ ഇരിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിമാരോട് ഇയാൾ ഉത്തരവിടുകയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ കണ്ടാലും നമ്മൾക്ക് അയാളോട് നമസ്കാരം പറയണമെന്നോ സാറെന്ന് വിളിക്കണമെന്നോ ഉള്ള ഒരു റൂളുമില്ല. പക്ഷേ എവിടെയാണ് നമ്മൾ സാറെന്ന് വിളിക്കുന്നത്, ഇല്ലെങ്കിൽ നമസ്കാരം പറയുന്ന കോടതിയിലാണ്. കോടതിയെ ബഹുമാനിച്ച് വണങ്ങിയിട്ടാണ് നമ്മൾ കോടതിക്കകത്തേക്ക് കയറുന്നതും പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ. അതൊക്കെ ഒരു കൺവെൻഷനാണ്. കാരണം നമ്മൾ ആ നീതി സംവിധാനത്തിനെ, നിയമവ്യവസ്ഥയെ ഒക്കെ ബഹുമാനിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. നമ്മളുണ്ടാക്കിയ നമ്മുടെ വ്യവസ്ഥയ്ക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രബൽ പ്രതാപ് എന്താ ചെയ്തതെന്നറിയാമോ? ഇയാൾ ഒരു റിട്ട് ഹർജിയുമായിട്ടാണ് വന്നത്. റിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ, നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് നേരിട്ട് ഹൈക്കോടതിയിൽ പോകാൻ കഴിയും. ഹൈക്കോടതിയിലും പോകാൻ കഴിയും, സുപ്രീം കോടതിയിലും പോകാൻ കഴിയും. സുപ്രീം കോടതിയിൽ പോകാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വകുപ്പ് ഉപയോഗിച്ച് തന്നെ പോകാൻ പറ്റും. ആർട്ടിക്കിൾ 32 പ്രകാരം തന്നെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഉപയോഗിച്ച് നമുക്ക് പോകാൻ കഴിയും. ഇല്ലെങ്കിൽ 226 ഹൈക്കോടതിയിൽ പോകാൻ കഴിയും. ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ നിയമങ്ങൾ. ഇതൊക്കെ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ അങ്ങനെ ഒരു മിക്കവാറും മാൻഡമസ് ആയിരിക്കും. ഒരു ഉദ്യോഗസ്ഥനോട് ഇന്ന കാര്യം ചെയ്യൂ എന്ന് കോടതി ഉത്തരവിടുന്ന സാധാരണഗതിയിലുള്ള റിട്ട് ഹർജികൾ അങ്ങനെയാണ്. റിട്ട് ഹർജിയിൽ മാൻഡമസ് എന്ന് പറയുന്നത് അതാണ്. മിക്കവാറും അതായിരിക്കും ഇയാൾ പറയുന്നത്. ലക്നൗ ASPക്ക് എതിരെ FIR ഇടാനൊക്കെ ആയിട്ടാണ് ഇയാൾ ആജ്ഞാപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു അതായിരിക്കും കാര്യം. ഇതൊരു പ്രൈവറ്റ് കംപ്ലയിൻറ്റുമായിട്ടാണ്, പ്രൈവറ്റ് പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ സ്വകാര്യ അന്യായം എന്ന് മലയാളത്തിൽ പറയുമല്ലോ. അതായത് നമ്മൾ പോലീസിനെ ഒരു പരാതിയുമായിട്ട് സമീപിക്കുന്നു, പോലീസ് കേസ് എടുക്കുന്നില്ല എന്നിരിക്കട്ടെ, നമുക്ക് നേരെ കോടതിയിലേക്ക് പോകാൻ കഴിയും. അവിടെ ചെന്നിട്ട് സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാൻ കഴിയും. ഇയാൾ നൽകിയ സ്വകാര്യ അന്യായം എന്തുകൊണ്ടോ ലക്നൗ ഹൈക്കോടതി തള്ളുന്നു. ആ തള്ളിയ ഈ പറയുന്ന പെറ്റീഷനുമായിട്ടാണ് ഇയാൾ സുപ്രീം കോടതിയിലേക്ക് വരുന്നത്. മൗലിക അവകാശങ്ങൾ എവിടെയെങ്കിലും അതിന് ധ്വംസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയിൽ പോകാൻ കഴിയും. അങ്ങനെ സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ 32 പ്രകാരം ഇയാൾ വന്നിട്ടാണ് ഈ പറയുന്ന നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ മനുഷ്യാവകാശ പ്രശ്നം ഉണ്ടായിരിക്കാം. അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്താണെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ അത് കോടതിക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കാം ഇയാളെ ശിക്ഷിക്കാതെ, ഇല്ലെങ്കിൽ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കാതെ വിട്ടയച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇയാൾ ഈ കോടതിയിൽ വന്നു. അപ്പോൾ കോടതി പറഞ്ഞു, നിങ്ങളുടെ ഇത് ഞങ്ങൾ തള്ളുകയാണെന്ന് പറഞ്ഞു. ഇയാൾ ഉടനെ തന്നെ ഈ ഡയലോഗ് അടിക്കുകയാണ്: മിസ്റ്റർ ജുഡീഷ്യൽ സെർവൻറ്റ്സ്,
നിങ്ങളോട് ഞാൻ ഉത്തരവിടുന്നു, നിങ്ങൾ ലഖ്നൗ ASP അറസ്റ്റ് ചെയ്യാനായിട്ട്, SCP അറസ്റ്റ് ചെയ്യാനായിട്ട് ഉത്തരവിടൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് തിരിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് അയാൾ കേസ് കെട്ടിൻ്റെ പേപ്പറുകളുണ്ടല്ലോ, ഈ അപേക്ഷയൊക്കെ വെച്ചതും ഈ പറഞ്ഞ റെസീപ്റ്റും എല്ലാം ഉള്ള ഈ പേപ്പർ വലിച്ചെറിയുന്നു. അപ്പോൾ ഇത് ചിന്നിച്ചതറി കോടതിയിലാകെ വീഴുന്നു. അപ്പോൾ ജഡ്ജിമാർ രണ്ടുപേരും അമ്പരന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ജഡ്ജിമാർ അപ്പോഴത്തേക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർ വരും. കോടതിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ ഓടി വന്ന് ഇയാളെ പിടിക്കുന്നു. കൂടുതൽ പ്രകോപനമോ അക്രമമോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ പിടിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഏതായാലും ലഖ്നൗ വികാസ് നഗർ ACPക്കെതിരെയാണ് ഇയാൾ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ കോടതിയിൽ ഒരാൾ പെരുമാറിക്കഴിഞ്ഞാൽ അയാൾക്കെതിരെ കോടതി അലക്ഷ്യ നടപടിയെടുക്കും. കോടതിയോട് ബഹുമാനമില്ലാതെ പെരുമാറിയാൽ, കോടതിയോട് ശരിയല്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചാലൊക്കെ തന്നെ കോടതിക്ക് അവിടെ വെച്ച് തന്നെ ശിക്ഷിക്കാൻ കഴിയും. ഒന്നുകിൽ പെനാൽറ്റി നൽകാൻ കഴിയും, ഇല്ലെങ്കിൽ ജയിലിലേക്ക് അയക്കാൻ കഴിയും, ഇല്ലെങ്കിൽ കോടതി സമയം കഴിയുന്നവരെ അവിടെ നിർത്താൻ ഉപദേശിക്കാം, പറയാം, ആജ്ഞാപിക്കാം, അതായത് ഉത്തരവിടാൻ കഴിയും. അതുമല്ലെങ്കിൽ ഇയാളെ എന്തെങ്കിലും സേവന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്യിക്കാൻ, അങ്ങനെ പല വിധമായിട്ടുള്ള ശിക്ഷകൾ നൽകാനായിട്ട് ശിക്ഷിക്കാൻ അധികാരമുള്ള സ്ഥലമാണ് കോടതി എന്ന് പറയുന്നത്. അപ്പോൾ കോടതിയിൽ അത്തരത്തിലുള്ള ഇതൊക്കെ ഉണ്ടാകാനുള്ള, ഇല്ലെങ്കിൽ ശിക്ഷിക്കാനുള്ള. പക്ഷേ ഇവിടെ കോടതി അത് ചെയ്തില്ല. കോടതി ഈ പറയുന്ന പ്രബൽ പ്രതാപിനെ വിട്ടയക്കുകയാണ് ചെയ്തത്. കോടതി പറയുന്ന കാര്യമുണ്ട്, ഇയാളുടെ മാനസികാവസ്ഥ, ഹർജിക്കാരൻ്റെ മാനസികാവസ്ഥ കണക്കിലെടുത്ത് ഇയാൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതേസമയം കേസിൻ്റെ മെറിറ്റ് പരിശോധിച്ചതിൽ നിന്നും ഹൈക്കോടതിയുടെ വിധിയിൽ ഇടപെടാൻ തക്കതായ കാരണങ്ങളൊന്നും കാണുന്നില്ല എന്ന് കോടതി വ്യക്തമാകുന്നുണ്ട്. അത് കോടതിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. കോടതിക്ക് എന്താണ്, കോടതിക്ക് ആ നിയമപരമായിട്ടുള്ള നടപടികളിൽ കൂടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമുക്കൊരു അന്യായം ഉണ്ടായി, അന്യായം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉടനടി നടപടി എടുക്കാനായിട്ട് കഴിയില്ല. അതിന് നിയമത്തിൻ്റേതായ വഴിയുണ്ട്. നിയമത്തിൻ്റേതായ വഴിയിൽ കൂടി മാത്രമേ പോകാൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് ഒരാൾ കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ വെടിവെച്ച് കൊല്ലുന്നത് എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിംഗ് ആണെന്ന് പറയുന്നത്? കാരണം അയാൾ കുറ്റവാളിയാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. കോടതിയാണ് നമ്മൾ അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോ അയാൾ പറയുന്നത് സത്യമാണെങ്കിൽ പോലും തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അതെ, മാത്രമേ ഒരു കേസ് മുന്നോട്ട് പോവുള്ളൂ. അതെ, അതുകൊണ്ട് തന്നെ ജുഡീഷ്യറിക്ക് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു നിയമപ്രകാരം മാത്രമേ ഇപ്പോൾ ഇദ്ദേഹം ഹൈക്കോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ സുപ്രീം കോടതി എത്തുമ്പോഴേക്കും തനിക്ക് താൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിധി കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഹൈക്കോർട്ടിലേക്കൊക്കെ ഒരു കേസ് എത്തുക എന്ന് പറയുമ്പോൾ അത്രയധികം നിയമം അത് പരിശോധിച്ച് അതിലെന്തെങ്കിലും പെറ്റീഷൻ ആയിരുന്നു. BNS 173 എന്ന് പറയുന്ന പ്രൈവറ്റ് കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വകുപ്പ് പ്രകാരമായിട്ടാണ് വന്നത്. പോലീസ് FIR എടുക്കാൻ തയ്യാറാവാതെ ഇരുന്നാൽ നമുക്ക് പ്രൈവറ്റ് പെറ്റീഷൻ കൊടുക്കാവുന്നുള്ളൂ. അത് പ്രകാരം തന്നെയാണ്. ഞാനിപ്പോൾ എനിക്ക് ഒരു അനുഭവം ഉണ്ടായാൽ, എനിക്ക് ഒരാളിൽ നിന്ന് എന്നെ ഒരാൾ മർദ്ദിച്ചു, ഞാൻ പോലീസിൻ്റെ അടുത്ത് ചെല്ലുക, പോലീസല്ലേ കേസ് എടുക്കാനുള്ളത്, പോലീസ് പറയും ഞങ്ങൾ കേസ് എടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരെ പ്രൈവറ്റ് പെറ്റീഷൻ കൊടുക്കാൻ കഴിയും. സ്വകാര്യ അന്യായം. ആ സ്വകാര്യ അന്യായത്തിൽ കോടതി അപ്പോൾ ഡയറക്റ്റ് ചെയ്യും, നിങ്ങൾ കേസ് എടുക്കാൻ പറഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്യും. അത് എടുത്തില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് റിട്ട് ഹർജിയുമായിട്ടൊക്കെ മുകളിലെ കോടതിയിലേക്ക് പോകാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ ലക്നൗ ഹൈക്കോടതി തള്ളിയ കേസല്ലേ, അത് സുപ്രീം കോടതിയിൽ വന്നാൽ പിന്നെ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല. ഇത് പരിശോധിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് ഇത്രേ ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ തന്നെയും പിന്നെയും അപ്പീൽ പോകാം. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഉയർന്ന കോടതി, പരമാവധി സുപ്രീം കോടതി ആണെങ്കിലും മറ്റെന്തെങ്കിലും വീണ്ടും സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് കോടതിയിൽ, അതായത് ഉയർന്ന കോടതി സംവിധാനമാണ് സുപ്രീം കോടതി എങ്കിൽ തന്നെയും വീണ്ടും ഹർജി നൽകാനുള്ള അവസരമുണ്ട്. വീണ്ടും പരിശോധിച്ചിട്ട് ഇന്ന കാര്യങ്ങളുണ്ടായിരുന്നു, അത് നേരത്തെ വിട്ടുപോയി, ഒന്നുകൂടെ പരിഗണിക്കണം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഇദ്ദേഹത്തിന് വക്കീലില്ലായിരുന്നു, ഇദ്ദേഹം തന്നെയാണ് വാദിച്ചിരുന്നത്, പ്രബൽ പ്രതാപ് തന്നെയാണ് വാദിച്ചിരുന്നത്. എന്നതുകൊണ്ടോ ഇയാളുടെ മാനസികാവസ്ഥ പരിഹരിക്കുന്നു എന്ന് പറഞ്ഞ് ഇയാൾക്ക് എന്തോ അന്യായം നേരിട്ടിട്ടുണ്ട്, അത് ഹൈക്കോടതിയിൽ ഹർജി തള്ളിയതാണ്, മറ്റെന്തോ പ്രശ്നമുണ്ടായിരിക്കാം. അപ്പോൾ എന്താണ് അതിൻ്റെ മാനസികാവസ്ഥയുടെ കാര്യങ്ങളെന്ന് കൂടി അറിയേണ്ടതുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ടും കോടതിയിൽ നടന്ന കാര്യം എന്താണെന്ന് അറിയില്ല. ഇതുവരെ അറിഞ്ഞത് വെച്ചിട്ട് കോടതിക്ക് അതിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടോ എന്ന് പറയുന്നത് അയാളുടെ മാനസികാവസ്ഥ കണക്കിലെടുത്ത് പ്രകോപിതനായ അയാളെ വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട്. കോടതി പലപ്പോഴും ഇങ്ങനെ വലിയ അത്ഭുതമാണ് സുപ്രീം കോടതിയിലൊക്കെ ഇങ്ങനെ നടക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും നടക്കാറില്ല എന്നുള്ളത് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള
നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.